ഞാൻ ഡോക്ടർ എ മേരിക്കുട്ടി, ഡിഫറെൻ്റ് ആർട്സ് സെൻറ്ററിലെ ക്ലിനിക്കൽ ലിംഗ്വിസ്റ്റാണ്. ഇപ്പോൾ ഇവിടെ കവിത അവതരിപ്പിക്കാൻ പോകുന്നത് ഡിഫറെൻ്റ് ആർട്സ് സെൻറ്ററിൽ സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ബാച്ചിലെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റിലെ കുട്ടികളാണ്. താമരച്ചോലകൾ കക്കരെ ഭാർഗവരാമൻ തെളിച്ചിട്ട സഞ്ചാരവീതിയിൽ കണ്ടു ശ്രീരാമനെ ഏതോ തപോധരൻ കൊണ്ടു നടക്കുന്ന കാമസ്വരൂപനെ. ജെറി സെറിബ്രൽ പാൾസി ബാധിച്ച കുട്ടിയാണ്. അവന് നാച്ചുറൽ സ്പീച്ച് കമ്മ്യൂണിക്കേഷൻ അഫക്റ്റഡ് ആണ്. കാട്ടിലൂടെ ഉച്ചയുണ്ടാക്കാതെ അനങ്ങാതെ ഓട്ടുവളകൾ കിലുങ്ങാതെ ഏകയായി ദാസരഥി തന്നരികത്ത് അനുരാഗ ദാഗപരവശയായി വന്നു താടക. അടുത്തതായി കവിത ചൊല്ലാൻ പോകുന്നത് അലൻ മൈക്കിൾ എന്ന കുട്ടിയാണ്. അവൻ ഓട്ടിസം ബാധിച്ച കുട്ടിയാണ്. അവനും കമ്മ്യൂണിക്കേഷൻ ഒരു പരിധി വരെ അഫക്റ്റഡ് ആണ്. കൈതവം കാണാ കണ്ണ് കണ്ണു നീർത്തടാകമായി മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ലെന്നവൻ മാൻപെരും മലർക്കുലയെറിഞ്ഞും വെറും മണ്ണിൽ വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. കവിതയിൽ വളരെ താല്പര്യമുള്ളതുകൊണ്ട് ചൊല്ലുന്ന സമയത്ത് അവന് യാതൊരു തരത്തിലുള്ള ബിഹേവിയറൽ ഇഷ്യൂസുമില്ല. അതിനകത്ത് വളരെ താളത്തിനൊത്ത് കവിത അവതരിപ്പിക്കാൻ അവന് സാധിക്കുന്നു. കുഞ്ഞേടുത്തിയ തന്നെയല്ലോ ഉണ്ണിക്കെന്നേറെ ഇഷ്ടം, പൊന്നെ പോലത്തെ നെറ്റിയിലുണ്ടല്ലോ മഞ്ഞൾ വര കുറിച്ചാന്തു പൊട്ടും, ഈറൻ മുടിയിലല്ല മണം ചില നേരവത്തുമ്പത്തുരുവും. ലാസ്റ്റായി കവിത അവതരിപ്പിക്കുന്നത് മാനവ് എന്ന കുട്ടിയാണ്. കവിത ചെല്ലുന്നതിൽ വളരെ താല്പര്യനാണ്. കുഞ്ഞിനു തീറ്റി കൊടുത്ത് കൊണ്ട് ചില കുട്ടികളെ കൂടെ നടത്തിക്കൊണ്ട് ചുണ്ടു മുറുക്കിച്ചു വന്ന് കൊണ്ട് ഉടുമുണ്ടു മുട്ടോളവുമേറ്റിക്കൊണ്ട് പുതുമണിയൊക്കെ കുറിച്ചിക്കൊണ്ട് കൈകളൂന്യാലയത്തിൽ വീശിക്കൊണ്ട്. നമ്മുടെ കുട്ടികളെ എല്ലാം അപ്രീഷിയേറ്റ് ചെയ്ത് അവർക്കൊരു കയ്യടി കൊടുത്താൽ അവർ വളരെ സന്തുഷ്ടരായിരിക്കും, സന്തോഷമായിരിക്കും. അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ റിവാർഡും പ്രചോദനവും അതുതന്നെയായിരിക്കും.